ഓക്കെ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സെന്റൻസ് പാറ്റേൺസ് വളരെ ഫലപ്രദമായിട്ട് പഠിച്ച് കീഴടക്കി. അത്യാവശ്യം ഒരു മോഡൽ സ്പീച്ചൊക്കെ പറയാനുള്ള സിദ്ധിയും നേടിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? ഒരു ചെറിയ സ്പീച്ച്, ഒരൊറ്റ പാറ്റേൺ, ഐ വുഡ് ലൈക്ക് ടു എന്ന ഒരൊറ്റ പാറ്റേൺ ഉപയോഗിച്ച് സംസാരിക്കാനായിട്ടുള്ള കഴിവ് നേടിയിട്ടുണ്ട് നിങ്ങൾ. ഓക്കെ, കൺഗ്രാജുലേഷൻസ്, യു ആർ ഡൂയിങ് വെൽ. ഓക്കെ, ഗ്രേറ്റ്. എങ്കിൽ ഇന്ന് നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട ബാക്കിയുള്ള സെനൻസ് പാറ്റേൺസ് കൂടിയില്ലേ, ആ സെനൻസ് പാറ്റേൺസ് കൂടെ നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംഗിളിൽ കൂടെ ഒന്ന് പരിചയപ്പെട്ട് നമ്മുടെ കൈക്കലാക്കാൻ പോവാണ്. ഇതിലിഞ്ഞ് കാര്യമായിട്ടുള്ള പരിശീലനങ്ങളൊന്നും ബാക്കിയില്ല. നമ്മളങ്ങ് സംസാരിക്കുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഡു എന്നുള്ളത് മാറ്റി ഐ വാണ്ട് ടു ഡു, ഐ പ്ലാൻ ടു, ഐ വിഷ് ടു, ഐ എം ഇൻട്രസ്റ്റഡ് ടു, ഐ എം എഫ്രൈഡ് ടു ഡു, ഐ എം ഫോണ്ട് ഓഫ് ഡൂയിങ് സംതിങ്, ഐ എം ഫെഡ് അപ്പ് വിത്ത് സംതിങ്. ഇത്തരത്തിലുള്ള ആ കോമൺ സ്ട്രക്ചേഴ്സിലേക്ക് മെല്ലെ ഒന്നങ്ങോട്ട് വഴിമാറി പോയാൽ മതി. ഇത് നമ്മൾ നിരന്തര ശീലം കൊണ്ട് എളുപ്പം കിട്ടുന്ന ഒരു സംഭവമാണ്. വളരെ സിമ്പിളാണ്. എങ്കിലും നമുക്കൊരു കുറച്ചും കൂടി ഒരു നല്ലൊരു പുഷ്, ചെറിയൊരു ഇൻസ്പിറേഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമായി തീരും, അത്ര മാറും. വ്യത്യസ്തമായിട്ടുള്ള സ്ട്രക്ചറുകളാണെങ്കിൽ പോലും ഇത് പലതും ഒരേ ആശയത്തെ തന്നെ സൂചിപ്പിക്കുന്നതാണെന്ന് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ കുറച്ച് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും പങ്കുവയ്ക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചില ഘടനകളാണ് ഈ ഐ വുഡ് ലൈക്ക് ടു, ഐ വാണ്ട് ടു, ഐ വിഷ് ടു, ഐ പ്രിഫർ ടു പോലും ഒരു പരിധി വരെ നമ്മുടെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നതാണ്. അപ്പോൾ മിക്കവാറും ഇത്തരത്തിലുള്ള സെന്റൻസുകളിനെ ഒരേ ആശയത്തിന്റെ തന്നെ പലതരത്തിലുള്ള ഷെയ്ഡ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഏത് പറഞ്ഞാലും ഫലത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഈ ഒരേ ആശയം പലതരത്തിൽ പറയുന്ന ഒരു കഥ, ഒരു ആശയം പറയുന്ന സമയത്ത് ആക്ച്വലി എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് നമ്മുടെ വിവേകാനന്ദൻ, സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലൊക്കെ പോയി ലോക ജനതയെ ആകെ കീഴടക്കി ഉള്ളം കയ്യിലെടുത്തതിന് ശേഷം തിരിച്ചു വരുന്ന വരവില് ഇംഗ്ലണ്ടിലൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് വരുന്നത്. കാരണം ഇപ്പൊ കപ്പലിലാണല്ലോ വരവ്, അപ്പൊ ഇംഗ്ലണ്ട് കൂടെ ടച്ച് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ ഇംഗ്ലണ്ടിൽ വരുന്ന സമയത്ത് വിവേകാനന്ദന് ഒരു വെല്ലുവിളി അനുഭവപ്പെട്ടിരുന്നു. കാരണം അപ്പോഴൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കീഴിൽ കഴിയുന്ന ഒരു രാജ്യമാണ്. ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ അടിമകളാണ് ആ സമയത്ത് ഇന്ത്യക്കാര്. അപ്പോ അവർ അടിമകളെ പോലെ കരുതിയിരുന്ന ഒരു രാജ്യത്തിലെ ഒരു ആത്മീയ നേതാവ് വിവേകാനന്ദൻ അവരെക്കാളും ഏറെ മികച്ചതായിട്ടുള്ള ജർമ്മൻകാരും ഫ്രഞ്ചുകാരും അമേരിക്കക്കാരും പോലും വാഴ്ത്തുന്നത് കണ്ടപ്പോൾ, കേട്ടപ്പോൾ അവർക്ക് അതങ്ങ് സഹിക്കുന്നില്ല. കാരണം അവർക്ക് ഒരിക്കലും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനോഭാവമുള്ള ആൾക്കാരല്ല ഇംഗ്ലീഷുകാര്. അപ്പൊ തിരിച്ചു വരും വഴി ഇംഗ്ലണ്ടിൽ ടച്ച് ചെയ്തപ്പോൾ ഇവനെ നന്നായിട്ടൊന്ന് കണക്കിനൊന്ന് ഒതുക്കണം എന്ന് കരുതിട്ട് ഇംഗ്ലീഷുകാര് താപ്പ് കിട്ടുമ്പോഴൊക്കെ വിവേകാനന്ദന് ഇന്ത്യൻ സംസ്കാരത്തെ ഇങ്ങനെ അടിച്ച് ഇകഴ്ത്തി സംസാരിക്കും. അങ്ങനെ ഒരു ഘട്ടം വന്ന സമയത്ത് വിവേകാനന്ദനെ നോക്കിയിട്ട് ഒരു ഇംഗ്ലീഷുകാരൻ ഇങ്ങനെ പരിഹാസരൂപേണ ഒരു അഭിപ്രായം പറഞ്ഞു. യു സീ, യു ഇന്ത്യൻസ് ആർ ഡിഫറെന്റ് ടൈപ്പ്. ആക്ച്വലി മാൻ കൈൻഡ് ഈസ് ജസ്റ്റ് വൺ. മനുഷ്യവർഗം ഒരൊറ്റ ടൈപ്പാണ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ യു ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഇംഗ്ലീഷ് പീപ്പിൾ, ദ വൈറ്റ്. We are simply white, just one appearance. ഒരൊറ്റ ലുക്കാണെന്ന് പറഞ്ഞു. ഒക്കെ അവരുടെ പോലെയാണെന്ന് പറഞ്ഞു. You look at the Indians, different types. White are there, black are there, red, brown, yellow, orange, every type of Indians you can see. But look at the English, just one model, ഒരൊറ്റ മോഡലുള്ളൂ. ഗംഭീരമായിട്ടുള്ള കുലീനത്വം കാണിക്കുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇന്ത്യക്കാരങ്ങ് ഇടിച്ച് ഇകഴ്ത്തി സംസാരിച്ചപ്പോൾ വിവേകാനന്ദൻ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൊക്കെ ഒട്ടനടി ഓൺ ദ സ്പോട്ടിലൊക്കെ കൊടുക്കുക, അവരെ അടിച്ചൊതുക്കി കളയും. മാസ്റ്റർ അല്ലേ, യൂണിവേഴ്സ് കീഴടക്കിയിട്ടുള്ള ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ആണ് അവന്മാരൊക്കെ. കുട്ടികളല്ല, അവർക്ക് അറിയോ ഇത് ആരെ മുതലെന്ന്. വിവേകാനന്ദൻ ഉടൻ തന്നെ തിരിച്ചങ്ങോട്ട് കൊടുത്തു. ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ പോത്തുകൾ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ ഇംഗ്ലീഷുകാരൻ പറഞ്ഞു, യെസ് ഓഫ് കോഴ്സ് വി ഹാവ് എ ലോട്ട്. പോത്തുകളൊക്കെ എങ്ങനെയാണ് ചോദിച്ചു. ഒരൊറ്റ കളറെല്ലാം ചോദിച്ചു, ഒരൊറ്റ ടൈപ്പ് എല്ലാം ചോദിച്ചു. അപ്പൊ യെസ്, അതെ ഒരേ ടൈപ്പാണ്. പക്ഷെ പശുക്കളെ നോക്കാൻ പറഞ്ഞു, ഒക്കെ പല തരത്തിലാണെന്ന് പറഞ്ഞു. അത് കേട്ടോടുകൂടി ഇംഗ്ലീഷുകാരന്റെ പത്തി മടങ്ങി അവൻ അവിടെ ഇരുന്നു, സ്ഥലം വിട്ടു. പക്ഷെ അവരത്ര എളുപ്പം കീഴടങ്ങുന്ന ടൈപ്പല്ല. കാരണം ഇതൊരു സുപ്പീരിയോറിറ്റിയുടെ, ഇന്റലക്ച്വൽ മേധാവിത്വം, ധിഷണാശക്തിയുടെ ഒരു ആധിപത്യം സ്ഥാപിക്കുന്ന ഭാഗമല്ലേ. അവർ കണക്കിന് പിന്നെയും കൊടുക്കും. പിന്നെ ഒരു സമയത്ത് വന്നപ്പോ നോക്കിയപ്പോ വിവേകാനന്ദൻ വലിയ പാശ്ചാത്യ ഫിലോസഫിയും എല്ലാം പറയുന്നുണ്ട്. ഇന്ത്യ മഹത്തരമാണെന്ന് പറയുന്നുണ്ട് താനും. ഇന്ത്യൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, ഇന്ത്യൻ സംസ്കാരമാണ്, ഒക്കെ ശരി തന്നെ. പക്ഷേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും യു ആർ വെയറിംഗ് ദ ഇംഗ്ലീഷ് ബൂട്ട്സ്. ഇംഗ്ലീഷുകാരുടെ ഷൂ ആണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കൊടുത്തു വിവേകാനന്ദൻ, ദാറ്റ്സ് എ പ്ലേസ് വി ഗീവ് ദ ഇംഗ്ലീഷ് പീപ്പിൾ. ഞങ്ങൾ ഇംഗ്ലീഷുകാർക്ക് കൊടുക്കുന്ന സ്ഥാനം അത്രേ ഉള്ളൂ.
കഴിഞ്ഞു. പിന്നെ അവന്റെ പൊടി പോലും കണ്ടുപിടിക്കില്ല, ആ മാതിരി സ്ഥലം വിട്ടുപോയി. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഒരേ ആശയം പലതരത്തിലൂടെ പറയുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. നമ്മൾ ഇന്ത്യക്കാരെ പോലെ തന്നെയാണ്, അതൊക്കെ വ്യത്യസ്തമായിട്ട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞല്ലോ ഐ വുഡ് ലൈക്ക് ടു, ഇനി ചേഞ്ച് ചെയ്യുക. നമ്മൾ ഇവിടുത്തെ ഗ്രൂപ്പിൽ നോക്കുക, ഐ വുഡ് ലൈക്ക് ടു മാറ്റിയിട്ട് എന്ത് പറയാം, ഐ വാണ്ട് ടു പറയാം, ഐ പ്ലാൻ ടു, ഐ വിഷ് ടു, ഇതൊക്കെ പറയാം. ഇനി ഇത് പറയുന്ന സമയത്ത് നമ്മൾ ആ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന പോലെ പ്ലഗ് ഇൻ ടു റിയൽ ലൈഫ് ടു ഗെറ്റ് റിയൽ എക്സാമ്പിൾസ്. നമ്മൾ പരിശീലിക്കുമ്പോൾ റിയൽ ലൈഫിൽ പറയേണ്ട വിധത്തിൽ പരിശീലിക്കണം, അതുപോലെ റിയൽ ലൈഫിൽ പറയേണ്ട എക്സാമ്പിൾസ് പരിശീലിക്കണം. കണ്ടോ? അപ്പോഴല്ലേ അത് വളരെ ഫലവത്തായിട്ട് രീതിക്കൂടെ നമുക്ക് കിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 12 ആക്ഷൻ, സിമ്പിൾ ആക്ഷൻ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ ക്ലാസ് റൂമാണ്. ദിസ് ഈസ് അവർ ക്ലാസ് റൂം ആൻഡ് വി കം ടു ദി ക്ലാസ് റൂം എവറി ഡേ, വി മീറ്റ് അവർ ഫ്രണ്ട്സ്, വി പ്രാക്ടീസ് ഇംഗ്ലീഷ്, അല്ലെ? അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ ഇവിടെ നിത്യേന ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ റിയൽ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിയൽ ലൈഫിലേക്ക് പ്ലഗ് ചെയ്താൽ കിട്ടുന്ന എക്സാമ്പിൾസ് എടുത്തുകൊണ്ട് വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. അപ്പൊ അത് എളുപ്പമാണ്. മറ്റേ മിമിക്രിക്കാരും നോവലിസ്റ്റുകളൊക്കെ പറയുന്ന മാതിരി ജീവിതഗന്ധിയായിട്ടുള്ള എക്സാമ്പിൾസ് കിട്ടും, അല്ലെ? മണ്ണിന്റെ മണമുള്ള നോവൽ എന്നൊക്കെ പറയുന്ന പോലെ ജീവിതഗന്ധിയായിട്ടുള്ള എക്സാമ്പിൾസിലൂടെ നമുക്ക് അങ്ങ് പരിശീലിക്കാം. അപ്പൊ നമ്മൾ എന്നും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയേ. വി കം ഹിയർ, വി മീറ്റ് അവർ ഫ്രണ്ട്സ് ആൻഡ് വി പ്രാക്ടീസ്. നമ്മളോട് വരുന്നു, ഫ്രണ്ട്സിനെ കാണുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. കറക്റ്റ് അല്ലേ? നിങ്ങൾ ആ മോളിലത്തെ ഒറ്റ ലൈൻ നോക്കിയേ, ഈ 3 എക്സാമ്പിൾ തന്നെയാണ്. ഒരൊറ്റ ലൈനിൽ നമുക്ക് ആ 3 എക്സാമ്പിൾസ് കിട്ടി. കറക്റ്റ് അല്ലേ? പ്രാക്ടീസ് ചെയ്ത് കഴിയുന്നത് എന്തിനാ പ്രാക്ടീസ് ചെയ്യുന്നത്? ഇംപ്രൂവ് അവർ ലാംഗ്വേജ്, അല്ലെ? ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നത് എന്തിനാണ്? ഡെവലപ്പ് ചെയ്യാനായിട്ട്, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നേക്കരുത്, ഒട്ടന്നെ സ്ഥലം വിട്ടോളാം, ഗോ അബ്രോഡ്, വിദേശത്തേക്ക് പോയിക്കൊള്ളാം, നാട് രക്ഷപ്പെടട്ടെ. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, നീ ഒന്ന് ഗൾഫിൽ പോടാ, ഒന്ന് രക്ഷപ്പെടട്ടെ, നാട് രക്ഷപ്പെടട്ടെ എന്ന്. അതായത് നീ ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കി രക്ഷപ്പെടാന്നുള്ള അർത്ഥം മാത്രമല്ല, നീ പോയാൽ നാട് നന്നാവും എന്നൊരു അർത്ഥം കൂടി അതിലുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ഉദ്ദേശത്തിലല്ല നിങ്ങളോട് ഗൾഫിൽ പോകാൻ പറയുന്നത്, കൊണ്ടുവന്നിട്ട് നമ്മുടെ എക്സാമ്പിൾസ് അങ്ങനെ ഒന്ന് പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇംപ്രൂവ് മൈ ലാംഗ്വേജ് ആൻഡ് ഡെവലപ്പ് മൈ പേഴ്സണാലിറ്റി ആൻഡ് ഗോ അബ്രോഡ്. മിക്കവാറും ആൾക്കാർ ഇവിടെ ജോലി സാധ്യത ഒക്കെ വളരെ കുറവല്ലേ, അതുകൊണ്ട് വിദേശങ്ങളിലേക്ക് നമ്മൾ ലോകത്തിന് വേണ്ട എക്സ്പേർട്ടുകളെ കൈകാര്യം ചെയ്യുന്ന, എക്സ്പേർട്ടുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗംഭീര ഫാക്ടറിയാണ് നമ്മുടെ നാട്. അപ്പൊ നമ്മുടെ ആ ഒരു പർപ്പസ് മനസ്സിലാക്കിക്കൊണ്ട് പറയാ, ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുക, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, ഗോ അബ്രോഡ്, വിദേശത്തേക്ക് പോവുക. ഇപ്പൊ നമ്മൾ 2 ലൈനിൽ കൂടിയിട്ട് 6 ജീവിതഗന്ധിയായിട്ടുള്ള എക്സാമ്പിൾസ് കിട്ടിയില്ലേ? എങ്ങനെയാണ്? കം ഹിയർ എവറി ഡേ, മീറ്റ് അവർ ഫ്രണ്ട്സ് ആൻഡ് പ്രാക്ടീസ് ഇംഗ്ലീഷ്. എന്തിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഇംപ്രൂവ് ദ ലാംഗ്വേജ് ആൻഡ് ഡെവലപ്പ് ദ പേഴ്സണാലിറ്റി ആൻഡ് ഗോ അബ്രോഡ്. കണ്ട, ശരിക്കും ഇങ്ങനെ ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ആ ഒരു സീക്വൻസിങ്ങിലൂടെ നമുക്ക് എളുപ്പം 6 എക്സാമ്പിൾ കിട്ടി. ഈ 6 തന്നെ ഒന്നുകൂടെ നിങ്ങളൊന്ന് പറഞ്ഞു ഉറപ്പിച്ചു നോക്കിയേ. കം ഹിയർ എവറി ഡേ, മീറ്റ് അവർ ഫ്രണ്ട്സ് ആൻഡ് പ്രാക്ടീസ് ഇംഗ്ലീഷ്, ഇംപ്രൂവ് ദ ലാംഗ്വേജ്, ഡെവലപ്പ് ദ പേഴ്സണാലിറ്റി ആൻഡ് ഗോ അബ്രോഡ്, വിദേശത്തേക്ക് പോവാം. കറക്റ്റ് അല്ലേ? ഒന്നുകൂടെ ഒന്ന് ശരിക്കും ഒന്ന് പറഞ്ഞു പഠിച്ചേക്ക്. കം ഹിയർ എവറി ഡേ, മീറ്റ് അവർ ഫ്രണ്ട്സ്. നമ്മൾ ഇന്നും ചെയ്യുന്ന ആക്ഷൻസ് ആണ് കേട്ടോ. കം ഹിയർ എവറി ഡേ, മീറ്റ് അവർ ഫ്രണ്ട്സ്, പ്രാക്ടീസ് ഇംഗ്ലീഷ്, ഇംപ്രൂവ് ദ ലാംഗ്വേജ്, ഡെവലപ്പ് ദ പേഴ്സണാലിറ്റി ആൻഡ് ഗോ അബ്രോഡ്. കണ്ട, ഇവിടെ വരിക, കാണുക, പ്രാക്ടീസ് ചെയ്യുക, ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുക, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, പുറത്തേക്ക് പോവുക. കണ്ട, അങ്ങനെ ഒരു സീക്വൻസിങ്ങിലൂടെ നമുക്ക് എളുപ്പം കോർത്തിണക്കി പോകാൻ സാധിക്കും. 6 കിട്ടി. ഇനി വിദേശത്ത് പോകുന്നത് എന്തിനാ? അതിന്റെ ലിങ്ക് അവിടുന്ന് കിട്ടും. എന്തിനാണെന്ന് നമുക്കറിയാം. ഗെറ്റ് എ ഗുഡ് ജോബ്, മേക്ക് മണി ആൻഡ് കം ബാക്ക്. അവിടെ പോയാൽ ജോലി സമ്പാദിക്കുക, പൈസ ഉണ്ടാക്കുക, തിരിച്ചു വരാം. പിന്നെ അവിടെ അതിൽ നിൽക്കാൻ പാടില്ലേ, പൈസ കിട്ടിയാൽ ഉടനെ അങ്ങ് തിരിച്ചു പോകുന്നുള്ളൂ. പിന്നെ നാട്ടിലെ കുറെ കാര്യം ചെയ്യാനുണ്ട്. അപ്പൊ എങ്ങനെ പറയും? ഗോ അബ്രോഡ്, വിദേശത്ത് പോയില്ലേ, പോയി കഴിഞ്ഞാൽ ഗെറ്റ് എ ഗുഡ് ജോബ്, മേക്ക് മണി. ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ പൈസ ഉണ്ടാക്കുക, പൈസ ആയി കഴിഞ്ഞാൽ ഉടനെ നാട്ടിലേക്ക് തിരിച്ചു പോരാം. അപ്പൊ നമ്മുടെ ഒരു ആവറേജ് മലയാളിയുടെ ഒരു സ്റ്റോറി ലൈനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മൾ തുടക്കം തൊട്ട് ഒന്നുകൂടി പിടിച്ചു നോക്കാം. കം ഹിയർ എവറി ഡേ, മീറ്റ് അവർ ഫ്രണ്ട്സ് ആൻഡ് പ്രാക്ടീസ് ഇംഗ്ലീഷ്. എന്തിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ടു ഇംപ്രൂവ് ദ ലാംഗ്വേജ് ആൻഡ് ഡെവലപ്പ്. കണ്ടത് ഇങ്ങനെ ഇംപ്രൂവ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുക, ആൻഡ് പുറത്തേക്ക് പോവുക. അങ്ങനെ ആ ഒരു മൂവ്മെന്റ്സ് നിങ്ങളൊന്ന് അസോസിയേറ്റ് ചെയ്യുക. അപ്പൊ എളുപ്പമായി. കം ഹിയർ, മീറ്റ് ദ ഫ്രണ്ട്സ് ആൻഡ് പ്രാക്ടീസ് ഇംഗ്ലീഷ്, ഇംപ്രൂവ് ദ ലാംഗ്വേജ്, ഡെവലപ്പ് ദ പേഴ്സണാലിറ്റി ആൻഡ് ഗോ അബ്രോഡ്, ഗെറ്റ് എ ഗുഡ് ജോബ്, മേക്ക് മണി ആൻഡ് കം ബാക്ക് ഹോം. തിരിച്ച് വീട്ടിലേക്ക് വന്നു, കം ബാക്ക് ഹോം. കറക്റ്റ് ആയില്ലേ? ഒന്നുകൂടെ അപ്പൊ 9 ആക്ഷൻസ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. വളരെ എളുപ്പമാണ് ഈ സീക്വൻസിങ്. കം ഹിയർ എവറി ഡേ, മീറ്റ് അവർ ഫ്രണ്ട്സ്, പ്രാക്ടീസ് ഇംഗ്ലീഷ്, ഇംപ്രൂവ് ദ ലാംഗ്വേജ്, ഡെവലപ്പ് ദ പേഴ്സണാലിറ്റി ആൻഡ് ഗോ അബ്രോഡ്, ഗെറ്റ് എ ഗുഡ് ജോബ്, മേക്ക് സം മണി ആൻഡ് കം ബാക്ക് ഹോം. വീട്ടിലേക്ക് എത്തി. ഇനി നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ എത്തിക്കഴിഞ്ഞാല് വലിയൊരു വീട് പണിയണം, അത്യാവശ്യം വീട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, അത് കഴിഞ്ഞാൽ വലിയ ആളായിട്ട് ഒന്ന് എൻജോയ് ചെയ്യണം ലൈഫ്. അപ്പൊ എന്താണ്?
നാട്ടിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ വീട് പണിയുക, വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുക, എൻജോയ് ചെയ്യുക, അല്ലേ? ബിൽഡ് എ ഹൗസ്, സപ്പോർട്ട് ദ ഫാമിലി ആൻഡ് എൻജോയ് ലൈഫ്. ഇപ്പൊ നമുക്ക് 12 ആക്ഷൻ കിട്ടി, മിനിറ്റ് വെച്ച് 12 ആക്ഷൻ. വല്ല ബുദ്ധിമുട്ടുണ്ടായോ? സിമ്പിൾ അല്ലേ? അതായത് നമ്മൾ റിയൽ ലൈഫിലേക്ക് പ്ലഗ് ചെയ്തത് കൊണ്ടാണ് ഇത് എളുപ്പം കിട്ടിയത്. ഇത് ഇങ്ങനെയല്ലാതെ വെറുതെ എക്സാമ്പിൾസിന് വേണ്ടി എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് പഠിച്ചു പോയി കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ ഏട്ടിലെ പശു പുല്ല് തിന്നില്ലെന്ന് പറഞ്ഞ പോലെ അത് നമുക്ക് റിയൽ ലൈഫിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിന്റെ കല്യാണ കാര്യം പറഞ്ഞു ഓർമ്മയില്ലേ? ഒരുത്തിന്റെ കല്യാണം ഗുരുവായൂര്, ഇവളുടെ കല്യാണം ചോറ്റാനിക്കര. രണ്ട് സ്ഥലത്തായ പോലെ അങ്ങനെ ഇരിക്കും. നമുക്ക് നമ്മുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത, ബന്ധമില്ലാത്ത എക്സാമ്പിൾസ് പറഞ്ഞ് പരിശീലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോകും. പല സ്ഥലങ്ങളിലും പല ബുക്കുകളിലും കോഴ്സുകളിലും അങ്ങനെയാണ് എക്സാമ്പിൾസ്. നമുക്ക് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കണം. എങ്കിലാണ് നമുക്കത് എളുപ്പം ഉൾക്കൊള്ളാനും പറഞ്ഞ് ശീലിക്കാനും നമ്മുടെ ഭാഷയാക്കാനും സാധിക്കുള്ളൂ. ഇനി നിങ്ങൾ ഒന്നും അറിയാതെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ്? കം ഹിയർ എവറി ഡേ, മീറ്റ് അവർ ഫ്രണ്ട്സ്, പ്രാക്ടീസ് ഇംഗ്ലീഷ്, improve the language, develop the personality, go abroad, get a job, make some money, come back home, build a house, support the family and enjoy life. സിമ്പിൾ ആയിട്ട് സാധനം കിട്ടി. ഓക്കെ അല്ലേ? ഇനി ഈ ആക്ഷൻസ് കംപ്ലീറ്റ് നമ്മളവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ഒരു 4 മേജർ സ്ട്രക്ചർ ഇല്ലേ? ഏത്? ഐ വുഡ് ലൈക്ക് ടു, ഐ വാണ്ട് ടു, ഐ പ്ലാൻ ടു, ഐ വിഷ് ടു. ഇതെല്ലാം വെച്ച് അങ്ങ് പറയാം. ഇതിൽ ഓരോ സ്ട്രക്ചർ വെച്ചിട്ടും ഇതെല്ലാം പറയാം. അപ്പോഴാണ് നമുക്ക് ഇതെല്ലാത്തിലും ഒരുപോലെ അതിന്റെ ഫ്ലോ കിട്ടുള്ളൂ. ആദ്യം ഐ വുഡ് ലൈക്ക് ടു വെച്ച് പറയാം. എങ്ങനെ പറയും? ഐ വുഡ് ലൈക്ക് ടു കം ഹിയർ. അപ്പൊ കണക്ട് ചെയ്ത് പോകണം. അപ്പൊ എങ്ങനെ പറയും? ആൻഡ് യു നോ. അപ്പൊ ഒരൊറ്റ സ്ട്രക്ചർ, ഒരൊറ്റ കണക്ഷൻ. ഇനി ഇവിടെ നിങ്ങൾ അങ്ങനെ ഒരു തന്ത്രം പരിശീലിക്കുക. ഒരു സ്ട്രക്ചർ മാത്രം ഉപയോഗിക്കുമ്പോൾ ഒരു കണക്ഷൻ ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ ഈ ഐ വുഡ് ലൈക്ക് ടുവിന്റെ സ്ഥാനത്ത് നമ്മൾ 2 പറയും. ഐ വാണ്ട് ടു കൂടി മിക്സ് ചെയ്യും. ഇതിന് ഓർഡർ ഒന്നുമില്ല, നിങ്ങൾക്ക് എപ്പോൾ തോന്നണം അപ്പൊ മാറ്റുക. അപ്പൊ ഈ ആന്റിനോ എന്നുള്ളത് മാറ്റിയിട്ട് ബിസൈഡ്സ് ദാറ്റോ ബിക്കോസോ ഏതെങ്കിലും ഒരെണ്ണം കൂടി കൂട്ടി പറയാം. അങ്ങനെ 2 + 2 ആയി. പിന്നെ നിയമമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ഷൻസ്, സെന്റൻസ് പാറ്റേൺസ് ഉപയോഗിക്കാം, ഇഷ്ടമുള്ള കണക്ഷൻസ് ഉപയോഗിക്കാം. അങ്ങനെ ഇത് അങ്ങ് പരക്കും. ഓക്കെ. അപ്പൊ ആദ്യം ഐ വുഡ് ലൈക്ക് ടു എന്നുള്ള ഒരൊറ്റ സ്ട്രക്ചറിലൂടെ പോവാ, ഒരൊറ്റ കണക്ഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട്. ഇത് ഈ രണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാനുള്ള ബോഡി ഓഫ് സ്പീച്ച്, ആ 12 എക്സാമ്പിൾസ് ആദ്യം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? ഇനി ഐ വുഡ് ലൈക്ക് ടുയിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിയേ. വളരെ എളുപ്പം പോവാം. നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കിയേ. Well friends, I would like to come here and I would like to meet my friends and I would like to practice English and I would like to improve my language and I would like to develop my personality and I would like to go abroad and I would like to get a good job and I would like to make money and I would like to come back home and I would like to build a house and I would like to support my family and I would like to enjoy my life. That's all. And I would like to and ഓരോന്ന് മാത്രം 1 + 1. സിമ്പിൾ ടെക്നിക്ക് അല്ലേ? ഇതുപോലെ നന്നായിട്ട് പറഞ്ഞ് പഠിക്കുക. ഇത് പറഞ്ഞ് സ്പീഡ് ആവണ വരെ നന്നായിട്ട് ഇങ്ങനെ 5-6 വട്ടം പറഞ്ഞ് സ്പീഡാക്കുക. പറ്റുകയാണെങ്കിൽ ഒറ്റ ശ്വാസത്തില്, നമ്മുടെ ശ്വാസം ഇതിലൊരു വലിയ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. കാരണം ഫ്ലുവൻസിയുടെ പക്ക ഫണ്ടമെന്റലാണ് നമ്മുടെ ഇംഗ്ലീഷ് ബ്രെത്ത്, ആ ഒരു അണ്ടർലൈയിങ് സബ് കോൺഷ്യസ് വോയിസ്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എളുപ്പത്തിലുള്ള പരിശീലനങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം അങ്ങനെ വരുന്നതൊക്കെ ഒറ്റ ബ്രത്തിൽ അങ്ങ് കൊണ്ടുപോകാൻ നോക്കുക. ഇപ്പൊ ഇത്രയൊക്കെ ഉള്ള നിലയ്ക്ക് ചിലപ്പോൾ ഒറ്റ ബ്രത്തിൽ കിട്ടണമെന്നില്ല, പക്ഷെ മാക്സിമം ബ്രത്തുകളുടെ നമ്പർ കുറയ്ക്കാൻ നോക്കുക. ഇപ്പൊ നോക്കിയേ. Well friends, I would like to come here and I would like to meet my friends and I would like to practice English and I would like to improve my language and I would like to develop my personality and I would like to go abroad and I would like to get a good job and I would like to make some money and I would like to come back home. 9 കിട്ടി. ഇനി ഒരു ശ്വാസം കൂടി വിടുക. അപ്പൊ നിങ്ങൾ 6 + 6 രണ്ട് ബ്രത്തിൽ സുഖമായിട്ട് പിടിച്ചൂടെ? അങ്ങനെ ശ്വാസം കൂടി ഇതിന്റെ കൂടെ അങ്ങ് അസോസിയേറ്റ് ചെയ്ത് അതിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. ഓക്കെ. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഒരേ ഒരു സെന്റൻസ് പാറ്റേൺ വെച്ച് എത്ര മനോഹരമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഇംഗ്ലീഷ് ഭാഷ ക്രിയേറ്റ് ചെയ്ത് പഠിച്ചിരിക്കുന്നു അല്ലേ? ഇനി വരാൻ പോകുന്ന സ്റ്റെപ്പ് ഇതിനേക്കാളും രസകരവും കൂടുതൽ എളുപ്പമുള്ളതുമാണ്. കാരണം ഇനി നമുക്ക് അങ്ങനെ കണക്കൊന്നും നോക്കണ്ട. 1 + 1 2 + 2 എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള 1-2 സെന്റൻസ് പാറ്റേൺ എടുക്കുക. നമുക്ക് അതിന് ഇഷ്ടമുള്ള 1-2 സിമ്പിൾ ഐഡിയ കണക്ടേഴ്സും വെച്ച് അങ്ങ് കൂട്ടിച്ചേർത്ത് സിമ്പിൾ ഇംഗ്ലീഷ് അങ്ങ് ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഈ ഒരൊറ്റ സെഗ്മെന്റിൽ തന്നെ നമുക്ക് സിമ്പിൾ ഇംഗ്ലീഷിന്റെ ക്രിയേഷൻ, ആ ടെക്നിക്ക് എന്താണെന്ന് നമുക്ക് എളുപ്പം നമ്മുടെ കയ്യിൽ വരും. അതിന് നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന, നമ്മൾ പറഞ്ഞു ഏറ്റവും കോമൺ ആയിട്ടുള്ള സെന്റൻസ് പാറ്റേൺ ആണ് ഐ വുഡ് ലൈക്ക് ടു. ഈ ഐ വുഡ് ലൈക്ക് ടു തന്നെയാണ് ആക്ച്വലി ഐ ലൈക്ക് ടു എന്നും പറയാം. സെയിം തന്നെയാണ്. അത് തന്നെയാണ് ഐ ലവ് ടു എന്നും പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ ഫലത്തിൽ ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സന്ദർഭം അനുസരിച്ച് ഐ ലവ് ടു ഡു സംതിങ് എന്ന് പറയാം, ഓർ ഐ ലൈക്ക് ടു ഡു എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു എന്നും പറയാം.
അപ്പൊ ഫലത്തില് ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഐ വാണ്ട് ടു ഡു പറയാം, ഐ വിഷ് ടു ഡു പറയാം, ഐ പ്ലാൻ ടു ഡു പറയാം. ഇങ്ങനെ ഒരു 3-4 സെന്റൻസ് പാറ്റേൺ. ഇതിന് ഓർഡർ നോക്കണ്ട, എണ്ണം നോക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അതുപോലെ അങ്ങ് പറഞ്ഞേക്കുക. എന്നിട്ട് അതിന് സ്വാഭാവികമായിട്ടുള്ള 1-2 കണക്ഷൻസ് വെച്ച് അങ്ങ് കൂട്ടിച്ചേർക്കുക. നമുക്ക് ഏറ്റവും സ്വാഭാവികമായിട്ട് പറയാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ട് കണക്ഷൻസ് ഏതാ? ആൻഡ് യു നോ, ബട്ട് യു നോ, ബിക്കോസ് യു നോ, ഐ മീൻ, ഇൻ ഫാക്ട്, മോർ ഓവർ, ബിസൈഡ്സ് ദാറ്റ്, നോട്ട് ഓൺലി ദാറ്റ്. മതി. ഇതില് ഇതെല്ലാം വേണ്ട. ഇതിൽ പോലും നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും എളുപ്പത്തിൽ ഏതാണ് വരുന്നത് അതങ്ങ് പ്രയോഗിച്ചേക്കുക. അപ്പോൾ നമുക്ക് ഈ ഭാഷാ പഠനം, ഈ ഒരു ഭാഷാ ക്രിയേഷൻ എത്ര എളുപ്പമായി മാറുന്നറിയാമോ? അത്തരത്തിലുള്ള ഏതാനും പാക്കറ്റ്സ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് അവയെ നമ്മൾ അങ്ങ് സൈക്കോ ലിംഗ്വിസ്റ്റിക് നമ്മുടെ ആ പരിശീലന രീതി പ്രകാരം അങ്ങ് പരിശീലിച്ച് സ്വന്തമാക്കി ആ ഫ്ലുവൻസിയും സ്പീഡും കോൺഫിഡൻസും അങ്ങ് സ്വായത്തമാക്കണം. സിമ്പിൾ, അത്രേ ഉള്ളൂ. ഇവിടെ നമ്മള് ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഐ വുഡ് ലൈക്ക് ടു ഒന്ന് പറയാൻ പറഞ്ഞാൽ ഉടനെ പറയും ഐ വുഡ് ലൈക്ക് ടു വാച്ച് എ മൂവി. വെറുതെ ഒരു എക്സാമ്പിളിന് വേണ്ടി എക്സാമ്പിൾസ് പറയുന്ന പോലെയുള്ള ചില എക്സാമ്പിൾസ് ഉണ്ട്. അത് വേണ്ട. നമ്മൾ ഈ പറയുന്നതൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ പറയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വിധത്തിലുള്ള എക്സാമ്പിൾസ് മതി. ദാറ്റ് മീൻസ് പ്ലഗ് ഇൻ ടു റിയൽ ലൈഫ് എന്ന് പറയാം. നമുക്ക് നമ്മുടെ ഒരു സിറ്റുവേഷൻ നോക്കുക. നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് എവറി ഡേ വി വാണ്ട് ടു റീഡ് ന്യൂസ് പേപ്പർ. അപ്പൊ നമ്മൾ ആ ഒരു ന്യൂസ് പേപ്പർ വായനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ നിങ്ങൾ റിയൽ ലൈഫിലെ ചില പോക്കറ്റ്സ്, ചില ഏരിയ ഓഫ് ആക്ഷൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ആക്ഷൻസ് റിയൽ ലൈഫിൽ നമുക്ക് പറയേണ്ടതായിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങ് എത്തിക്കിട്ടും. നിങ്ങൾ അതങ്ങ് പറഞ്ഞാൽ മതി. ഇപ്പൊ നോക്കൂ, ഫസ്റ്റ് വൺ നോക്കൂ. ഐ വുഡ് ലൈക്ക് ടു റീഡ് ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പർ വായനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തിനാണ് ന്യൂസ് പേപ്പർ വായിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ റിയൽ ലൈഫിൽ നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന പറയേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് അങ്ങ് പറഞ്ഞു പഠിക്കുക. നോക്കിയേ. വെൽ ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു റീഡ് ന്യൂസ് പേപ്പർ ബിക്കോസ് യു നോ. എന്തിനാ ന്യൂസ് പേപ്പർ വായിക്കുന്നത്? ബിക്കോസ് യു നോ ഐ വാണ്ട് ടു നോ വാട്ട്സ് ഹാപ്പനിങ് അറൌണ്ട് മീ. എനിക്ക് ചുറ്റും എന്താ നടക്കുന്നത് എന്ന് എനിക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പൊ നമ്മളത് പറയാനായിട്ട് ഒട്ടും ആലോചിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇതിന്റെ ഇടയിൽ നമ്മളൊരു ഐഡിയ കണക്ടറും പോലും ഉപയോഗിച്ചു, ആലോചിക്കാതെ തന്നെ, ഇല്ലേ? ഇങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങ് വരട്ടെ. അപ്പോഴാണ് ആ ഭാഷ നാച്ചുറൽ ആയി മാറുന്നത്. അപ്പൊ ഒന്നുകൂടി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. വെൽ ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു റീഡ് ന്യൂസ് പേപ്പർ ബിക്കോസ് യു നോ ഐ വാണ്ട് ടു നോ വാട്ട്സ് ഹാപ്പനിങ് അറൌണ്ട് മീ. I want to know whatever is happening around me or what is happening in this world. ഈ ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് അറിയണം. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു 2 ലൈൻ കഴിഞ്ഞില്ലേ? ആ ഫസ്റ്റ് പാക്കറ്റിന്റെ പകുതി കഴിഞ്ഞു. ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കിയേ. സിമ്പിൾ ആയിട്ട് പറയാം. വെൽ ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ ബിക്കോസ് ഐ വാണ്ട് ടു നോ വാട്ട്സ് ഹാപ്പനിങ് അറൌണ്ട് മീ. വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് മീ. അല്ലേ? മാത്രമല്ല, ഇനി വേണമെങ്കിൽ ആ പത്രം വായനയുടെ പിന്നിലുള്ള മറ്റൊരു കാരണം കൂടി നമുക്ക് പറയാം. അപ്പൊ മാത്രമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മോർ ഓവർ, അല്ലെങ്കിൽ ബിസൈഡ്സ് ദാറ്റ്, അതും അല്ലെങ്കിൽ നോട്ട് ഓൺലി ദാറ്റ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഗതി പറയാം. ഇപ്പൊ നമുക്കിവിടെ മോർ ഓവർ പറയാം, ഇഷ്ടമുള്ളത് പറയാം. മോർ ഓവർ എന്താണ്? ഐ വാണ്ട് ടു ഗെയിൻ സം ജനറൽ നോളജ്. ഇപ്പൊ പത്രം വായിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് GK, നമ്മൾ ഇന്റർവ്യൂസിനോ PSC എക്സാമിനേഷനൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും അധികം നമ്മുടെ ചോദ്യങ്ങളെ ബേസ് ചെയ്ത് വരുന്നത് പത്രവാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളായിരിക്കും. കറന്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞത് അതാണ്. അതുകൊണ്ട് ഐ വാണ്ട് ടു ഗെയിൻ സം ജനറൽ നോളജ്. അപ്പൊ പത്രം വായിക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു കാരണം കൂടി പറഞ്ഞു. മോർ ഓവർ, ഇത് എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയണം. മാത്രമല്ല, നോട്ട് ഓൺലി ദാറ്റ്, അതല്ലെങ്കിൽ അതിനും പുറമെ എന്ത്? ബിസൈഡ്സ് ദാറ്റ്, മോർ ഓവർ, I want to gain some general knowledge. I want to improve my general knowledge. General knowledge improve ചെയ്യണം. ഇപ്പൊ 3 ലൈൻ വളരെ ഈസി ആയിട്ട് പോകുന്നില്ലേ? ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്ക്, തുറക്കുന്നിട്ട് പറയും. അപ്പൊ നമുക്ക് ഫ്ലോ കിട്ടും. Well friends, I would like to read newspaper every day because you know I want to know what's happening around me. Moreover, I would like to gain some general knowledge. അത് പറയും. എന്നിട്ട് അതിന്റെ ഒരു കാരണം പറയും. എന്തിനായി ജനറൽ നോളജ്? ഒക്കെ ഇതിന്റെ റീസൺസ് പറഞ്ഞുകൊണ്ടിരിക്കുക. Because you know I would like to appear for some PSC interviews. I would like to write some PSC exams. I would like to write some PSC exam. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതെല്ലാം സ്ട്രക്ചറുകൾ ഉപയോഗിച്ച് ആലോചിക്കണ്ട? ഓർമ്മയില്ലല്ലോ? ഓർക്കണ്ട. അങ്ങനെ ഓർക്കാതെ നാച്ചുറൽ ആയിട്ട് നിങ്ങൾ ഐ വുഡ് ലൈക്ക് ടു പറഞ്ഞിട്ടുണ്ട്, ഐ വാണ്ട് ടു പറഞ്ഞിട്ടുണ്ട്, ഐ പ്ലാൻ ടു വന്നോ അറിയില്ല. നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിക്കണ്ടാന്ന്.
നിങ്ങൾ എന്താണ് സ്വാഭാവികമായിട്ടും ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. ഐ വാണ്ട് ടു പറയാം, ഐ വുഡ് ലൈക്ക് ടു പറയാം, ഐ ലവ് ടു പറയാം, ഐ ലൈക്ക് ടു പറയാം, ഐ പ്ലാൻ ടു, ഐ വിഷ് ടു. ഇതൊക്കെ പറയാം. ഇതിനൊന്നിനും ഒരു വ്യത്യാസവും വാസ്തവത്തിൽ ഇല്ല. ഒക്കെ ഏറെക്കുറെ സെയിം ആണ്. മോർ ഓർ ലെസ് സെയിം എന്ന് പറയാം. ഏറെക്കുറെ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ മോർ ഓർ ലെസ് എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ ഏകദേശം ഒന്ന് തന്നെയെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഏതാണ് പറയുന്നതെന്ന് ശരിക്കും ആലോചിക്കേണ്ടത്. ദാറ്റ് മീൻസ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നിങ്ങൾ ഈ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യേണ്ട. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എളുപ്പം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അതങ്ങ് പറഞ്ഞാൽ മതി. ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഏത് കണക്ഷനാണ് ഉപയോഗിക്കുന്നതെന്ന് ആലോചിച്ചോ? അതും ആലോചിക്കണ്ട. ഇനി ആലോചിക്കണ്ട. ബ്രെയിൻ ഷട്ട് ഡൗൺ ചെയ്തോളൂ പതുക്കെ പതുക്കെ. ഷട്ട് ഡൗൺ ദ കോൺഷ്യസ് മൈൻഡ്. എന്നിട്ട് ലെറ്റ് ദ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ അപ്പ് മോർ ആൻഡ് ലെറ്റ് ദ ലാംഗ്വേജ് കം ഔട്ട്. ഗഷ് ഫോർത്ത് എന്ന് പറയാം. അതങ്ങ് ഒഴുകി വരട്ടെ പുറത്തേക്ക്. അപ്പൊ ഫസ്റ്റ് ആ ഒരു സിമ്പിൾ ആ ഒരു സെന്റൻസ് പാറ്റേണിന്റെ ഒരു ചെറിയൊരു സംഗതി പിടിയിട്ടില്ലേ? നമ്മൾ 4 സെന്റൻസ്, ദാറ്റ് മീൻസ് എങ്ങനെ വീണാലും പൂജയെ പോലെ 4 കാലിൽ വീഴുന്ന ഒരു ഭാഷ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈസിയസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇഫക്റ്റീവ് ടെക്നിക്കാണത്. ഇഷ്ടമുള്ള ഒരു 3-4 സെന്റൻസ് പാറ്റേൺസ് എടുക്കുക. സ്വാഭാവികമായിട്ടും അതിനിണങ്ങി ചേരുന്ന 2-3 ഐഡിയ കണക്ടേഴ്സ് കൊണ്ട് വെക്കുക. അങ്ങ് പറഞ്ഞോളാം. പിന്നെ നമ്മൾ സ്പീഡും കോൺഫിഡൻസും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ലോകത്ത് ഒരിടത്തും കിട്ടാത്ത ടെക്നിക്ക് എന്താണ്? നമ്മുടെ സൈക്കോലിംഗ്വിസ്റ്റിക് ട്രെയിനിങ്ങിലൂടെ ആ 6 സ്റ്റെപ്പിലൂടെ അങ്ങ് പറഞ്ഞ് സ്പീഡാക്കാം. 2 പേര് വീതമല്ല നിങ്ങൾ ചെയ്യുന്നത്. മാറി മാറി അങ്ങ് പറയുക. കമോൺ സ്പീക്ക് അപ്പ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ സ്പീച്ച് പറയും. സോറി ഒന്നുകൂടെ പറയും. കം അഗെയിൻ 3-ാമത്തെ വട്ടം പറഞ്ഞു. അത് കഴിയുമ്പോഴേക്കും നമ്മൾ താഴത്തേക്ക് സബ് കോൺഷ്യസ് ലെവലിലേക്ക് കൊണ്ടുപോകും. ഷൗട്ട് ചെയ്ത് പറയും. ഫീൽ ചെയ്ത് പറയും. ലാഫ് ചെയ്ത് പറയും. 6 വട്ടത്തിൽ കൂടെ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും എന്തായി ഈ ഭാഷ? പച്ചവെള്ളം പോലും ഇത്രയ്ക്കും ഫ്ലുവന്റ് ആവില്ല. പച്ചവെള്ളത്തേക്കാൾ ഫ്ലുവന്റ് ആയിട്ട് വരും പിന്നീട് ഈ ഭാഷ. അത്ര സിമ്പിൾ അല്ലേ? അത്ര രസകരമായിട്ട് ഈ സംഗതി പുറത്തേക്ക് അങ്ങ് ഒഴുകി വരും. അങ്ങനെയാണ് ശരിക്കും ഇംഗ്ലീഷ് ഭാഷ നമ്മുടെ സ്വന്തമായി മാറുന്നത്. ഇപ്പൊ ഈ ഒരു പാക്കേജ് ഞാൻ ഈ ഒരൊറ്റ എണ്ണത്തിന് മാത്രം കുറച്ചധികം പ്രാധാന്യം കൊടുക്കുകയാണ്. കാരണം ഇതുപോലെ ബാക്കിയുള്ള ഒരു 3 സ്റ്റെപ്പ് നിങ്ങളുടെ PDF പ്രിന്റ് ഔട്ട്സ് കണ്ടാൽ അറിയാൻ പറ്റും. ഇതുപോലെ തന്നെ ഒരു 3 ഫോർമാറ്റ്സ് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള സെന്റൻസ് പാറ്റേൺസ് ഉപയോഗിച്ചിട്ട് അതില് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നിങ്ങൾ ഈ പാറ്റേൺസ് മാറ്റിക്കോളൂ, ഐഡിയ കണക്ടേഴ്സ് മാറ്റിക്കോളൂ. വേണമെങ്കിൽ തുടക്കത്തിൽ വേണ്ട. കാരണം തുടക്കത്തിൽ ഈ സിമ്പിൾ മെത്തേഡിലൂടെ തന്നെ പരിശീലിച്ച് ആ പവറും കോൺഫിഡൻസും അങ്ങ് ഡെവലപ്പ് ചെയ്യും. ആ പവർ ആ മസിൽ ഡെവലപ്പ് ചെയ്ത ഡൈനമിസം ഡെവലപ്പ് ചെയ്യും. അതിനുശേഷം ഇത് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങി എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ മെല്ലെ മെല്ലെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസിലേക്ക് പോയാൽ മതി. അതുവരെ ഈ മെത്തേഡിൽ കൂടെ തന്നെ അങ്ങ് പറയാം. അപ്പൊ ഫസ്റ്റ് സ്പീച്ച് എങ്ങനെയാ ഒന്നുകൂടെ പറഞ്ഞൂടെ? വെൽ ഫ്രണ്ട്സ്, പതുക്കെ ഫീലിംഗ്സ് ഒക്കെ ഒന്ന് ഉണർന്നൂടെ കേട്ടോ. Well friends, I would like to read newspaper every day because I want to know whatever is happening around me. Besides that, I would like to gain some general knowledge because I would like to attend some interviews. I would like to write some PSC exams. Simple. ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്ന വിധത്തിൽ അങ്ങ് ഈ ഭാഷ അങ്ങ് മാറണം. ഇപ്പൊ ഭാഷ നമ്മുടെ ഫീലിങ്സിനെ ഒപ്പിയെടുത്തുകൊണ്ട് അങ്ങ് പുറത്തേക്ക് ഒഴുകി തുടങ്ങി. അതെന്താ കാരണം? ഇപ്പോൾ വരുന്ന ഈ ഭാഷ ആലോചിച്ച് ഞെക്കിത്തെറിപ്പിച്ച് ബ്രെയിനിൽ നിന്നും കോൺഷ്യസ് മൈൻഡിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വിടുന്നതല്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ തൊട്ട് തലോടി കുളിർ കാറ്റ് പോലെ നമ്മൾക്ക് കുളിരുകളും രോമാഞ്ചവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങ് പുറത്തേക്ക് അങ്ങ് വരുന്ന ഭാഷയാണ്. അതുകൊണ്ടാണ് ഈ ഭാഷയ്ക്ക് നല്ല ഫീലിങ്സ് ഉണ്ടെന്ന് പറയുന്നത്. ഇങ്ങനെ ഫീലിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടമുള്ളത് തോന്നിയ പോലെ അങ്ങ് പറഞ്ഞോളാം പറയുന്നത്. ആലോചിച്ച് സമയം കളയരുത്. എന്താ പറയണ്ടേ? ഐ വുഡ് ലൈക്ക് ടു, അത് കഴിഞ്ഞാൽ ഇനി ഐ പ്ലാൻ ടു പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട. അത് ആലോചിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ബ്രെയിൻ ചാമ്പറിൽ കോൺഷ്യസ് മൈൻഡിന്റെ ആ ചതിക്കുഴികളിൽ പെട്ടുകിടക്കും. അതിൽ പെട്ടുകൊടുക്കരുത്. നേരെ താഴത്തേക്ക് പോരാ. അത്യാവശ്യം അവരുടെയൊക്കെ പഠിച്ച് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ അങ്ങ് പറഞ്ഞു പഠിക്കുക. അപ്പൊ ഈ സംഗതി കിട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സൈക്കോലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് മെത്തേഡ് അത് പ്രകാരം അങ്ങ് പരിശീലിച്ചേക്കുക. 2 പേര് വീതം. അതുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ വാ അടിപൊളി. അടുത്ത സ്പീച്ച് നോക്കിയത് മാതിരി തന്നെ. Well friends, I want to get a good job. എനിക്കൊരു നല്ല ജോലി കിട്ടണം. Because I would like to support my family. ഇതിനൊക്കെ നിങ്ങൾ നോക്കുക. Because and not only that, നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇത് മുന്തിരിപ്പുട്ടിന്റെ കഥ, അതുപോലെ തന്നെ മൊയൽ ചെവി അച്ചാർ വെച്ച് കൂടുന്ന കഥ എന്നൊക്കെ പറയും. ദാറ്റ് മീൻസ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആരും ഉപയോഗിക്കാത്ത ഈ ലോകത്ത് കേട്ടുകേൾവി ഇല്ലാത്ത വിചിത്രമായിട്ടുള്ള ഭക്ഷണങ്ങളും ഡ്രസ്സുകളും വാക്കുകളും ഭാഷകളും സ്ട്രക്ചറും ഒന്നും അന്വേഷിച്ച് പോകണ്ട. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സംഗതികളിലാണ് നമ്മൾ എക്സ്പെർട്ട് ആവേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഇതിൽ എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇതിന്റെ പവർമേ നമുക്ക് നമ്മുടെ കൂടെ കൊണ്ടുവരാൻ പറ്റും. അതാണ് ഇതിന്റെ സീക്രട്ട്. ഓക്കെ, നോക്കിക്കോ. വെൽ ഫ്രണ്ട്സ്,
I want to get a good job. എനിക്കൊരു ജോലി കിട്ടണം. I want to get a good job. ഇപ്പൊ പഠനം കഴിഞ്ഞു നമുക്ക് ജോലി കിട്ടേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. I want to get a good job because I want to support my family. അവിടെ I want to തന്നെ. No problem. എന്താ വരുന്നേ അതങ്ങടുത്ത് പ്രയോഗിച്ചേക്കണം. That's all. അപ്പൊ ഈ രണ്ട് ലൈൻ ഒന്നുകൂടെ പറഞ്ഞേക്ക്. Well friends, I want to get a good job because I want to support my family. ബിസൈഡ്സ് ദാറ്റ് കണ്ടോ ടക്കുന്നുണ്ട് ബിസൈഡ്സ് ദാറ്റ് മുമ്പ് പറഞ്ഞ ആ ഒരു ശീലം കൊണ്ട് ഇപ്പൊ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ശീലമായി കൊണ്ടിരിക്കുക റിപ്പീറ്റേഷൻ ഇവിടെ ബിസൈഡ്സ് ദാറ്റ് I would like to marry a girl. എനിക്കൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. I would like to lead a family life. അങ്ങനെ ആയിക്കോട്ടെ. I would like to lead a family life and I want to enjoy my life. Yes. അപ്പൊ I want to തന്നെയാണ് 3 വട്ടം പറഞ്ഞത്. ഇടയിൽ ഒരു I would like to പറഞ്ഞു മാരേജിന്റെ കാര്യം പറഞ്ഞപ്പോൾ. ഇപ്പൊ എണ്ണം കൊടുക്കാനും പാടില്ല. ഐ എം സോറി നമ്മളങ്ങനെ എണ്ണാനും പാടില്ല. എന്താ വരണ അതങ്ങ് വെച്ചങ്ങ് പറഞ്ഞോളാം. അതാണ് ഇതിന്റെ നിയമം. ഓക്കെ ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് സ്പീഡാക്കി നോക്കുക. മൂന്നാമത്തെ നോക്കിയേ. Well friends, I wish to visit some foreign countries. ഇവിടെ നമ്മൾ wish to വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു നേരം പോക്ക് നോക്കാം. I wish to visit some foreign countries because I want to meet some foreigners. I want to അപ്പൊ ഫോറിൻ കൺട്രീസ് സന്ദർശിക്കാനുള്ള കാരണം പറയുന്നത് because I want to meet some foreigners. I want to talk to them in English. അങ്ങനെ പലതും പറയാം. I want to meet some foreigners. Not only that, മാത്രമല്ല I would like to interact with them in English. എനിക്ക് അവരുമായിട്ട് ഇംഗ്ലീഷിൽ ഇന്ററാക്ട് ചെയ്യണം. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സ്വപ്നം തന്നെയാണ്. നമുക്ക് അങ്ങനെ പറയാം. അപ്പൊ നോക്കിയാ 3 ലൈൻ ഒരുമിച്ച് പിടിച്ചൂടെ. Well friends, I wish to visit some foreign countries. അതിന്റെ കാരണം പറയാം. Because I want to ഫോറിൻ കൺട്രീസിൽ വിസിറ്റ് ചെയ്യുന്നതിന്റെ കാരണം സിമ്പിൾ അല്ലേ. Because I want to meet some ഫോറിനേഴ്സിനെ വിസിറ്റ് ചെയ്യണം. Not only that, അതിന്റെ നമ്മുടെ ഉള്ളിലുള്ള ചില ടെക്നിക്ക് നമ്മുടെ ഗൂഢ പദ്ധതികൾ പുറത്തേക്ക് എടുക്കുക. എന്താണ്? Not only that, I would like to interact with them in English. കാരണം നമ്മുടെ ഒരു വലിയൊരു പ്ലാനാണത്. ഇംഗ്ലീഷിൽ മറ്റുള്ളവരുമായിട്ടൊക്കെ ഒന്ന് ഇന്ററാക്ട് ചെയ്യാന്നുള്ളത്. അതിന് ഫോറിൻ കൺട്രീസ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അവിടെയുള്ള ആൾക്കാരുകൾ കുറ്റം പറയില്ല. അത് ഈ സ്ഥലടാ വാസാണ് പറഞ്ഞത് നീ എന്തൊട്ടേ പറയണേ എന്നുള്ള ഒരാളും ഒരു അഭിപ്രായവും കമന്റ്സും പറയുന്നെങ്കിൽ അത് കേട്ട് ചിരിച്ച് അവർ മനസ്സിലാക്കിയമാര് അവർ പറയും. കാരണം നമ്മളെ പോലെയോ നമ്മളെക്കാളും മോശമായിരിക്കും പല വിദേശത്തുള്ള ആൾക്കാരും. വിദേശത്തുള്ള എല്ലാവരും ഗംഭീര ഇംഗ്ലീഷാണെന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും വേണ്ട കേട്ടോ. നമ്മളെക്കാളും മോശമായിട്ടുള്ള ആൾക്കാർ ധാരാളമുണ്ട്. സന്തോഷമായിട്ടിരിക്കും. ധൈര്യമായിട്ടാണ് പറഞ്ഞു. ഓക്കെ. I would like to interact with them. And if possible, I would like to improve my language. മാത്രമല്ല പറ്റുകയാണെങ്കിൽ I would like to improve my language. അങ്ങനെ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് പറ്റിയാൽ എന്റെ ഭാഷയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളാന്നുണ്ട് പറയാം. അത്രേ ഉള്ളൂ. ലാസ്റ്റ് വൺ നോക്കിയേ. Well friends, I want to become a public figure. നമ്മുടെ നാട്ടിലത്തെ ചില സ്പെഷ്യൽ റോളിലേക്ക് നമ്മൾ വരികയാണ്. എനിക്കൊരു പബ്ലിക് ഫിഗർ ആവണം. ചില ആൾക്കാരുണ്ട് കുറച്ച് പഠിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി പത്രാസൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം. അതായത് ഒരു പബ്ലിക് ഫിഗർ ആവണം എന്തെങ്കിലുമൊക്കെ ചെയ്ത്. I want to become a public figure. And I want to become a public figure. And എന്നിട്ട് എന്താ ഉദ്ദേശം നോക്കി. And I wish to address huge gatherings. വലിയ വലിയ റാലികളെ വലിയ ഗ്രൂപ്പുകൾ എനിക്ക് അഭിസംബോധന ചെയ്യണം. I would like to address ചെയ്യാന്ന് പറഞ്ഞാൽ അഭിസംബോധന ചെയ്യുക. I would like to address huge rallies or huge crowds or gatherings address ചെയ്യണം. ഇൻഫാക്ട് എന്നിട്ട് വാസ്തവത്തില് ഐ ലവ് ടു ബിക്കം എ പബ്ലിക് സ്പീക്കർ. എനിക്കൊരു പബ്ലിക് സ്പീക്കർ ആവണമെന്നാണ് ആഗ്രഹം. ഐ ലവ് ടു ബിക്കം അവിടെ ഐ ലവ് ടു പറയാം. അത് ഒരു സ്പെഷ്യൽ ഇഷ്ടമായതുകൊണ്ട് പറയാണ്. ഇൻഫാക്ട് ഐ ലവ് ടു ബിക്കം എ പബ്ലിക് സ്പീക്കർ. എനിക്കൊരു പബ്ലിക് സ്പീക്കർ ആവാൻ ഭയങ്കര ആഗ്രഹമാണ്. I love to become a public speaker because I want to do something creatively in my life. എന്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണം. അതിനെ ഒരു പബ്ലിക് സ്പീക്കർ ആയി കഴിഞ്ഞാൽ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാം, ചാർജ് ചെയ്യാം, ഇൻസ്പയർ ചെയ്യാം. ആൻഡ് വി ക്യാൻ ഡു സംതിങ് proactively for the welfare of the society or the people. നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും നമ്മൾ ഉൾപ്പെടുന്ന ഈ നാടിനു വേണ്ടിയും എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ആക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ എനിക്കൊരു പബ്ലിക് ഫിഗർ ആവണമെന്ന് പറഞ്ഞത്. ഇതുപോലെയുള്ള സ്പീച്ചുകളൊക്കെ അല്പസ്വല്പം ഇപ്പൊ വേരിയേഷൻസ് ഒക്കെ വന്നു തുടങ്ങിയില്ലേ. ഇനി നിങ്ങൾ അടുത്ത 1-2 നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങ് യു ജസ്റ്റ് മേക്ക് ഇറ്റ് അപ്പ്. നിങ്ങൾ സ്വയം അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുക. സ്വന്തമായിട്ട് നിങ്ങളെ കുറിച്ചിട്ട് ഓർ യു ക്രിയേറ്റ് സംതിങ് അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവരെ കുറിച്ചൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ദെൻ ട്രൈ സ്പീക്കിംഗ് ലൈക്ക് ദിസ്. ഇതുപോലെ അങ്ങ് മനോഹരമായിട്ട് അങ്ങ് പറഞ്ഞു പഠിക്കുക. ഇതിവിടെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം ചെയ്ത് നമുക്ക് പവർ കിട്ടാൻ വളരെ എളുപ്പം. കാരണം ബുദ്ധിമുട്ടില്ല അത് ചെയ്യാൻ. അപ്പൊ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് ശക്തി കിട്ടുക. ശക്തി എളുപ്പം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പവറുള്ള സാധനമായിട്ട് എളുപ്പം ഇടിച്ചത് തകർക്കാൻ പറ്റും. അത് വലിയൊരു സൂത്രമാണ്. അതുകൊണ്ട് ഇത് എളുപ്പമാണെന്ന് വെച്ചിട്ടോ ഇതിലധികം വലിയ ടെക്നിക്കൊന്നും ഇല്ല. നമുക്ക് വേറെ വലിയ ടെക്നിക്ക് എവിടെയാന്ന് അന്വേഷിച്ചിട്ട് ഇങ്ങനെ അവിടേക്ക് ഇവിടേക്ക് അന്വേഷിച്ച് പോകാൻ നിൽക്കരുത്. ഏറ്റവും സിമ്പിളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് കൊള്ളാലോ, ഇത് വളരെ സിമ്പിളാണല്ലോ, എന്നാൽ പറഞ്ഞ് നന്നായിട്ട് നടക്കും. നമ്മുടെ ഈ അങ്ങാടികളിലും
ചന്തകളിലും മാർക്കറ്റിലൊക്കെ കണ്ടിട്ടില്ലേ, ഇത്തിരി ഗുണ്ടയാവാനായിട്ട് മേട്ടയാവാനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരുകള് വലിയ വലിയ മിടുക്കന്മാരെല്ലാം ആദ്യം പോയിട്ട് അടിച്ച് ശക്തി തെളിക്കുക. തിരിച്ച് ഇതെല്ലാം കഴിവില്ലാത്ത പാവങ്ങൾ 2-3 ആൾക്കാരെ സെലക്ട് ചെയ്ത് അവനെ പിടിച്ച് 2 കൊടുക്കും. അത് കാണുമ്പോൾ ബാക്കിയുള്ളവർ ഒന്ന് പാക്കും. ഇങ്ങനെ ഇതൊരു സൈക്കോളജിക്കൽ തന്ത്രമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് ഭാഷ പഠനം ബുദ്ധിപരമായിട്ടുള്ള ഒരു ഗെയിം അല്ല, ഇറ്റ്സ് എ സൈക്കോളജിക്കൽ വാർഫെയർ. ഇത് ഇവിടെ നമ്മൾ അതേ തന്ത്രം തന്നെ, നമ്മൾ ഈ സിനിമയിലൊക്കെ കൊച്ചിങ് അനീഫൊക്കെ കാണിക്കുന്ന പോലെ തന്നെയുള്ള ചില ടെക്നിക്കുകളാണ് ഇതൊക്കെ. സിമ്പിൾ ആയിട്ടുള്ള പാവം ഒരു ഉപദ്രവം ചെയ്യാത്ത ഈ ഐവുള്ളായിട്ടും ഐവാണ്ടും ഐവിഷ്ടനൊക്കെ പിടിച്ചിട്ട് കൂട്ടി ചേർത്തൊരു സ്പീച്ച് ആക്കിയിട്ട് ചടപടാന്ന് അങ്ങോട്ട് കയറി അങ്ങ് മേയ അവനങ്ങോട്ട് സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ്ങോട് അങ്ങോട്ട് പറഞ്ഞ് പടപടാ നമ്മുടെ സ്പീഡ് അങ്ങോട്ട് ആക്കിയെടുക്കുക. അത് കഴിയുമ്പോഴേക്കും പവർഫുൾ ആയിട്ടുള്ള സംഗതികൾ വരും. അവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പതുങ്ങിയിട്ട് വരാം, പതുക്കെ. കാരണം നമ്മൾ ഓൾറെഡി കത്തിച്ചൊലിച്ച് പവർഫുൾ ആയിട്ട് നിൽക്കുക. അപ്പൊ നമ്മുടെ അടുത്തേക്ക് അവൻ വരുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി പതുങ്ങും. പിന്നെ നമുക്ക് അവന്റെ മേലെ അങ്ങ് കയറി മേയാം. അങ്ങനെ ഒരു ശക്തി നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു തന്ത്രം സിമ്പിളായിട്ട് അങ്ങ് പ്രയോഗിച്ചേക്കാം. അങ്ങനെ വേണം ഇനിയുള്ള ഇന്നത്തെ ക്ലാസ്സിലത്തെ ഈ സിമ്പിൾ സ്പീച്ചുകൾ അങ്ങ് പരിശീലിച്ച് തെളിയാൻ വേണ്ടിയിട്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് നമ്മുടെ ശക്തി അങ്ങ് ശരിക്കും അങ്ങ് എടുത്ത് പ്രയോഗിക്കാം. അപ്പൊ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ ആ സെന്റൻസ് പാറ്റേൺസ് എന്ന് പറയുന്ന ആ ഭാഗം അത്യാവശ്യം ഭംഗിയായിട്ട് നമ്മുടെ കയ്യിലായി. ഇനി നമുക്ക് ആ ബിയുടെയും ഡൂവിന്റെയും ഹാവിന്റെയും ആ ഫുൾ ഫോമുകളിലേക്ക് മെല്ലെ കടക്കാം. ഇനി വരുന്ന ദിവസങ്ങൾ അതിനുള്ളതാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് സെന്റൻസ് പാറ്റേൺസും കംപ്ലീറ്റ് ആക്കി നമ്മുടെ ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റായി. റെഡി അല്ലേ? വി ആർ ഓൾ സെറ്റ് ടു ഗോ ഫോർവേഡ് ടു ദ ഫുൾ ഫോം ഓഫ് ബി ഐഡിയ. ഇനി ബി കോളംസ് ഫുള്ള് നമ്മൾ മാസ്റ്റർ ചെയ്യാനാണ് പോകുന്നത്. ഇത്രയും കാലം നമ്മൾ അവനെ അകലെന്ന് കാണുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫുൾ ഫോം, ഫുൾ സ്ട്രക്ചറുകൾ നാളെ നമ്മൾ അവനെ കൈകാര്യം ചെയ്യാനാണ് പോകുന്നത്. Alright, we are going to face them head on tomorrow. So come prepared. We'll meet him head on. നമ്മൾ അവനെ നേരിൽ മീറ്റ് ചെയ്യും. Alright? So keep practicing until you become fluent with this kind of things. And we'll meet again in the next class. Till then, bye-bye. Take care.